In August 2018, Kerala faced a monsoon downpour unlike any it had seen before. With rainfalls 115% above normal, the state was inundated with nearly 25 trillion litres of water over an area of 38,800 square kilometres. There was no other recourse. 35 of the 54 dams in the state had to open shutters, and a deluge of apocalyptic proportions swept through all 14 districts in the state. The aftermath was grim. The major airport in Nedumbasheri, Kochi had to shut down, as did most other means of transport. People were stranded in homes without basic provisions, struggling to get to higher ground as water levels rose, awaiting with bated breath for civilian squads or army rescue helicopters to reach their location. By the time the waters abated, the estimated casualties touched 500 and 150 were reported missing. By the state government count, 1/6 of the population of Kerala was directly affected by these floods. One of the most high-profile victims of the 2018 floods was the traditional handloom industries of Kerala. More specifically, the community of famed weavers based out of a small village called Chendamangalam, who fought back and emerged a globally recognized tale of resilience after the rising waters destroyed looms and traditional craft equipment. Chendamangalam is a fascinating historical study. Its past is one of syncretism, marked by the coexistence of Jews, Muslims, Christians, and Hindus. Situated around 40 kilometers from Kochi, Chendamangalam stands at the junction of three rivers converging from its east, north, and south. The quality of the cotton muslin produced by the Chendamangalam weavers is legendary. In the newer iterations, there are saris and mundus with kasav borders, with intricate patterns and designs that are a staple at most gatherings and functions. Chendamangalam കൈത്തറി ഏകദേശം 150 വർഷത്തോളം പഴക്കമുള്ളതാണ് ചേന്ദമംഗലം കൈത്തറിയുടെ പാരമ്പര്യം. ചേന്ദമംഗലം കൈത്തറി ഉത്ഭവിക്കുന്നത് ചേന്ദമംഗലം തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങളായിരുന്ന കാലത്താണ്. കൊച്ചി രാജാവ് അദ്ദേഹത്തിൻ്റെ രാജകുടുംബാംഗങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ജൈവ വസ്ത്രം വേണമെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആന്ധ്ര കർണാടക പ്രദേശങ്ങളിൽ ദേവാങ്കർ എന്ന പേരായ ഒരു സമുദായത്തിൽപ്പെട്ട വിദഗ്ധരായ തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോട്ടൺ വസ്ത്രങ്ങളെ സംബന്ധിച്ചറിയുകയും അത്തരം നെയ്ത്തുകാരെ കൊച്ചി രാജാവിൻ്റെ ആസ്ഥാനമായ തൃപ്പൂണിത്തുറയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ കൊണ്ട് വസ്ത്രം ഉൽപ്പാദിപ്പിച്ച് ആ വസ്ത്രം കൊച്ചി രാജകുടുംബാംഗങ്ങൾ ഉപയോഗിക്കുകയും തുടർന്ന് കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രി പാലിയത്തച്ഛൻ തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും ഇത്ര ഒരു വസ്ത്രം ധരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും നെയ്ത്തുകാരെ ചേന്ദമംഗലത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുൽപ്പാദിപ്പിക്കപ്പെട്ട വസ്ത്രമാണ് ചേന്ദമംഗലം വസ്ത്രം. ആ ചേന്ദമംഗലം വസ്ത്രം ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നൊരു വസ്ത്രമായി അറിയും. കാരണം അത് ജൈവ വസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു ഉൽപ്പന്നമാണെന്നും മറ്റു രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതും ഏതൊരു കാലാവസ്ഥയിൽ ഉപയോഗിക്കാവുന്നതാണെന്നും ഉപയോഗിക്കുന്നതോറും മേന്മ ലഭിക്കുന്ന ഒരു വസ്ത്രമാണെന്നും മറ്റേതൊരു വസ്ത്രവും നമ്മൾ വാങ്ങുമ്പോൾ കാണുന്ന അതിൻ്റെ ഫിനിഷിങ്ങിനേക്കാൾ കൂടിയ ഫിനിഷിങ് ഈ വസ്ത്രം ഉപയോഗങ്ങൾ കിട്ടുമെന്നും അതോടൊപ്പം ഇതിൻ്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന പ്രത്യേക ഉൽപ്പാദന രീതി മറ്റൊരു ലോകത്ത് ഒരിടത്തും ചെയ്യാത്തത് കൊണ്ടും അതോടൊപ്പം തന്നെ ജൈവ വസ്തുവിൽ കൂടി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടും ആ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലാണ് ജിയോഗ്രാഫിക്കൽ സർട്ടിഫിക്കേഷൻ GA സർട്ടിഫിക്കേഷൻ അഥവാ ഭൂസൂചിക പദവി ഈ ഉൽപ്പന്നത്തിൽ ലഭിച്ചിട്ടുണ്ട്. ആ പദവി മൂലം ഈ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും വിൽപ്പന നടത്തുന്നതിനും ലോക വ്യാപാര സംഘടനയിൽ അംഗങ്ങളായ രാഷ്ട്രങ്ങളിൽ വ്യാപാരം നടത്താനുള്ള അനുവാദമുള്ള ഒരു ഉൽപ്പന്നമാണ്. അങ്ങനെയുള്ള ഉൽപ്പന്ന രീതിയിലേക്ക് ഈ ഉൽപ്പാദനം മുന്നോട്ട് പോവുകയും തുടർന്ന് 1954 201 കൈത്തറി തൊഴിലാളികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ചേന്ദമംഗലത്തെ ഈ കൈത്തറി സ്ഥാപനം
പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യം നമ്മൾ തുണി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇതിനെ പറയുന്ന ഏരടും കൂട്ടോലയും എന്നാണ്. അതിലിട്ടിട്ട് നമ്മൾ നൂല് ചുറ്റിയെടുക്കും. അതിനുശേഷം ഒരു യന്ത്രമുണ്ട്, അതിലേക്ക് പാവ് ഓടിയെടുക്കും. അതിനുശേഷം നമ്മളിവിടെ ഒരു യന്ത്രത്തിൽ വന്നിട്ട് പാവ് റോൾ ചെയ്യൽ എന്ന് പറയും അതിന്. അങ്ങനെ റോൾ ചെയ്തതിന് ശേഷം തീർന്ന പാവ്, ഇത് കുറ്റിപ്പാവാണിത്, അതിലേക്ക് പുതിയ പാവിൻ്റെ ജോയിൻറ്റ് ചെയ്യണം. നമ്മൾ ഒരേ റെക്കേ കൂടിയും കടന്നു പോയാക്കുന്ന ഇഴകൾ ഒരേന്നിലേക്ക് തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും. അപ്പം അത് വളരെ സൂക്ഷിച്ച് നമ്മൾ ഒരേ റെക്കയിലോട്ടും കടന്നതിന് ശേഷം ഇതിൻ്റെ താഴെ 2 മെതിയുണ്ട്. ആ 2 മെതിയും വ്യത്യസ്ത പിണികളാണ് ഉണ്ടാക്കുന്നത്. ആ വ്യത്യസ്ത പിണിയിൽ കൂടി ഇതിനെ നമ്മൾ ഷട്ടിൽ എന്നാണ് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഇതേമാതിരിയുള്ള താര് ചുറ്റും. താര് ചുറ്റിയതിന് ശേഷം നമ്മൾ ഈ ഷട്ടിലിൻ്റെ അകത്തിട്ടിട്ട് ഈ 2 വ്യത്യസ്തമായ പിണികൾ ചവിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇത് നമ്മൾ കടത്തി വിടും. അങ്ങനെയാണ് ഈ പാവ് തുണിയായിത്തീരും. വെള്ളപ്പൊക്കം 16-ാം തീയതിയാണ് ഞങ്ങൾക്ക്. 15-ാം തീയതി കയറി അധികമായില്ല, 16-ാം തീയതി തുടങ്ങി കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അവിടെ ഞങ്ങൾ ഫാക്ടറിയിലാണ് ഞാൻ നെയ്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന തുണികളെല്ലാം വെള്ളത്തിൽ പോയി ഒഴുകി. ഇങ്ങനെ ഞങ്ങൾ മുകളിലൊക്കെ കയറ്റി വെച്ചിരുന്ന് വെള്ളം മുങ്ങാതിരിക്കാൻ വേണ്ടി. പക്ഷെ അതൊക്കെ മറിഞ്ഞ് വീണ് 11,000 മീറ്റർ തുണി ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം വെള്ളത്തിൽ പോയി ചെളിയായി. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പിലൊക്കെ ഇരുന്ന് ഞങ്ങളുടെ വീട്ടിലുള്ളതെല്ലാം നശിച്ച്. അങ്ങനെ വന്ന് ഉടനെ തന്നെ വീട്ടിലൊക്കെ ഇത്തിരിയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഫാക്ടറിയിലേക്ക് പോയി. അവിടെ വേണ്ടതൊക്കെ ചെയ്ത് പിന്നെ ഓരോ സംഘടനകൾ വന്ന് ഞങ്ങളെ സഹായിച്ച്. അതിൻ്റെ പേരിൽ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പഴയ രീതിയിലാകാൻ സാധിച്ച്. ഓരോരുത്തരും സഹായിച്ച് ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വീട്ടിലുള്ള സാധനങ്ങളും പിന്നെ തറയ്ക്ക് വേണ്ട സാധനങ്ങളും അച്ചീറൊക്കെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഓരോ സംഘടനകളാണ് ഞങ്ങൾക്ക് തന്ന് സഹായിച്ചത്. നൂലും എല്ലാം. ആഗസ്റ്റ് 14-ാം തീയതി വെള്ളം കയറി വരും എന്നുള്ളൊരു പേടിയുണ്ടായെങ്കിലും ഇതൊരു പൊക്ക സ്ഥലമായാണ്, ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറുമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ആഗസ്റ്റ് 15-ാം തീയതി വന്നു കഴിഞ്ഞപ്പോൾ പയ്യെ ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. 16-ാം തീയതി ഞങ്ങളറിയണത് ഇവിടെ ഈ പ്രദേശത്തെ കുറിച്ചിട്ട് യാതൊരു അറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വെള്ളം മുങ്ങിപ്പോയിന്ന്. അത്രയും മുങ്ങിന്ന് വെച്ചാൽ തറി കംപ്ലീറ്റ് മുങ്ങിപ്പോയി. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. വെള്ളം കയറി കംപ്ലീറ്റ് ഇത് ഞങ്ങളുടെ തറിയുടെ 3/4 ഭാഗത്തോളം മുങ്ങിപ്പോയി. ആകെ എല്ലാവരും വെള്ളത്തിൽ പോയി. എല്ലാവരും ഇവിടെ കുറേ ഞങ്ങൾ നെയ്ത് വെച്ചിരുന്ന പീസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാവരും മുങ്ങി. തറി മൊത്തം മുങ്ങി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. അത് കഴിഞ്ഞ് ഇവിടെ ഉള്ള എല്ലാവരുടെയും വീടുകളിലും കയറി വെള്ളം. എല്ലാവരും ക്യാമ്പിലേക്കൊക്കെ പോയി. അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിയിലേക്ക് തിരിഞ്ഞ് ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. എല്ലാവർക്കും ഭയങ്കര ആശങ്കയും. എല്ലാവരും മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാണ് ഓരോരുത്തർ ഉടുത്ത തുണിയാലാണ് എല്ലാവരും ഓടിയത്. അപ്പം ഞങ്ങളുടെ ആ ഭാഗത്ത് മാത്രം. പക്ഷേ ഏത് നിമിഷവും വെള്ളം മുകളിലോട്ട് പൊങ്ങി വരാം. പിന്നെ ഹെലികോപ്റ്റർ വന്നാലൊക്കെയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റണേന്നൊക്കെയാണ് അവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ തണവൊന്നും വെക്കാതെ എൻ്റെ മോളും കൊച്ചുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊച്ചുറാങ്ങളെയൊക്കെ സൂക്ഷിക്കണോട്ടാ. വല്ലൊരു പനി വന്നാൽ ഞങ്ങൾക്കൊരു പാരസെറ്റാമോൾ വരെ എത്തിച്ചു തരാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാനായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയില്ലെന്ന് അവിടെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നവർ അവർ മറ്റേ വലിയ വണ്ടിക്കൊക്കെ വന്നതായിരുന്നു, പട്ടാളക്കാരൊക്കെ വന്നിരുന്നു. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഒരു പേടിയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ആ കുറച്ച് ദിവസം കഴിച്ചു കൂട്ടിയത്. ഇവിടെ ഇത്രയും വെള്ളം കയറി, ഇത് ഇത്രയും നനഞ്ഞ്, ഇത്ര ഉണ്ടായിരുന്നു. ഇതെല്ലാം നശിച്ചു പോയി. ഞങ്ങളുടെ എല്ലാം ഉണ്ടായിരുന്ന എല്ലാം നശിച്ചു പോയി. ഒന്നും ഉണ്ടായില്ല ബാക്കി. ശരിക്കും പറഞ്ഞാൽ 2018 മുതൽ ഒരു കൈത്തറിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലമാണ്. 2018 മഹാപ്രളയം തകർത്ത് കളഞ്ഞൊരു സ്ഥാപനമാണിത്. ഞങ്ങൾക്ക് ഏതാണ്ട് 1 കോടിയുടെ അടുത്ത് നഷ്ടമാണ് പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായത്.
The weaver community, devastated by the deluge, did not bow down to the adversities. Instead, they ploughed on with a renewed vigor, and a new symbol of resistance emerged. Its name, Chekkutty, a Chendamangalam brand doll that was made out of the irretrievably damaged clothes in the flood. A flawed piece of textile that served as a universal reminder of the breadth of human possibilities. പ്രളയം, ആ പ്രളയത്തെ ഞങ്ങൾ അതിജീവിച്ചു. സന്നദ്ധ സംഘടനകളുടെ സഹായം കൊണ്ട് ചെക്കുട്ടിപ്പാവ, ഞങ്ങളുടെ ഉൽപ്പന്നമാണ് ചെക്കുട്ടിപ്പാവ, ലോകം മുഴുവൻ കീഴടക്കിയ ചെക്കുട്ടിപ്പാവ ഉണ്ടാക്കിയത്. ആ ചെക്കുട്ടിപ്പാവ കൊണ്ട് ഞങ്ങൾ ആ പ്രതിസന്ധിയെ വേണമെങ്കിൽ തരണം ചെയ്തു എന്ന് പറയാം. പ്രളയകാലത്തുണിയിൽ നിന്നും വന്ന ചേക്കുട്ടി, കൂടുപാവുകൾ നമ്മളായൊരു കനവ് ചേക്കുട്ടി. പ്രളയകാലത്തുണിയിൽ നിന്നും വന്ന ചേക്കുട്ടി, കൂടുപാവുകൾ നമ്മളായൊരു കനവ് ചേക്കുട്ടി. ഞങ്ങളുടെ ചരക്ക് മുഴുവനും നനഞ്ഞു പോയിട്ട് അതിനെയൊക്കെ വെറുതെ വലിച്ചു വാരിയിട്ടിരിക്കുകയായിരുന്നു. ഗോപി സാറും ലക്ഷ്മി മേനോൻ അവർ രണ്ടുപേരും വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വേറെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ സാറിനെ കളിയാക്കണത്, ഇത്രയും ചെള്ളയിൽ പൊതിഞ്ഞെടുത്ത സാധനത്തിൽ നിന്ന് എന്തുണ്ടാക്കാനാണ്, ആർക്ക് വെറുതെ കൊടുത്താൽ പോലും മേടിച്ചിട്ട് പോകാത്ത സാധനം പോലെ കിടക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളൊന്നും കൂടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കിത് കഴുകി നിങ്ങൾ തരാം, ബ്ലീച്ചിങ് പൗഡറിലൊക്കെ ഇട്ടിട്ട് അണുക്കളൊക്കെ കളഞ്ഞിട്ട് കഴുകി ഉണക്കി തരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് പുതിയൊരു ഉൽപ്പന്നം എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ചേറിൽ പൊതിഞ്ഞ് കിടന്നതുകൊണ്ടാണ് ചേക്കൂട്ടിന്ന് ചേറിൽ നിന്ന് ഉള്ളെടുത്തുകൊണ്ട് അതിനൊരു കുട്ടിക്ക് ജനനം കൊടുക്കുന്ന പോലെ സാറും ആ മാഡവും കൂടി ഉണ്ടാക്കി അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഓൺലൈനായിട്ടും വിൽപ്പന നടത്തിയിട്ട് നല്ല ലാഭം, ഞങ്ങളുടെ സംഘം മുന്നോട്ട് പോകാനുള്ളൊരു ലാഭം അവരിൽ നിന്ന് ഞങ്ങൾക്കില്ല. അവരോട് ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടെ നശിച്ചു കൊണ്ടുവരുന്ന സ്ഥാപനം അവർ കൈയുയർത്തി എടുത്തതാണ്. Soon after the flood, when the water was receded, a friend of mine who had travelled to Chendamangalam area, it's a weaver's village. He found that there was a lot of clothes which was completely damaged during the flood. They tried to actually salvage it in many ways, but they couldn't. So one of the secretary of the weavers village said that they are supposed to burn this fabric the next day because they couldn't help it anyway. So immediately he called me up to find out whether I can do something about it, because I always have a thing for the waste. I thought, okay, let me give it a try, and I brought it home, and the sarees I tried to wash it, chlorinate yet again, but I could see that it's still very dirty and with lots of tear in it. But I could also see a reflection of a Malayali in those fabric. So I thought, why don't I make a small doll representing a Malayali itself? Because wherever you travel, you get to see the stains, and in every heart there was a scar. That exactly was that cloth was all about. But another thing that kind of troubled me was that when I call it a doll, people will definitely compare it with a pretty Barbie doll and things like that. So I didn't want to create that kind of an issue over there. So I thought, why don't I completely reposition it and make it into a concept sort of, where this would become a mascot of resilience and a beacon of hope, and how Kerala has re-emerged or resurged after the flood. So Chekkutty became a mascot of all these things. Chekkutty was born on September 9th. We had to kind of, the urgency, we literally hit the ground running. We didn't have any time because they were all set to burn the entire lot of fabric. And we are not sure whether how convincing this story is going to be for the viewers, because creating something out of this, and we are saying that, we promise that please don't burn it, we'll somehow kind of, compensate for this, all the loss. So we had to do it so fast, even without an announcement. We just went to a street in Panambali Nagar, and with a few volunteers we created this Chekkutty. But when we informed the media, they got the crux of it. So we were like 3 of us making this Chekkutty, but I think around 13 media came in there, and they kind of took it to another level. And people, I think they were all looking for an avenue through which they could also be part of Rebuild Kerala,
whoever couldn't physically or financially help during that, the troubled times, they felt that if they make one Chekkutty, they are also, contributing at least one brick for the rebuild Kerala. And then it was like every day when we contacted the Weaver Society, every day literally 1 lakh rupees each was being deposited in their bank. And in 3 or 4 months' time, the damage was around 21 lakhs worth of clothes. They could raise 36 lakhs rupees just by selling these Chekkutty. Chekkutty rose to global acclaim, a symbol of Kerala's resurgence, and garnered massive social media popularity with its tagline, "The doll that Kerala stitched together." Chekkutty got its orders from countries like the US, Australia, France, and Germany, with batches of tourists coming in from different nations to meet the weavers themselves. The United Nations themselves ordered multiple shipments of the doll. Kuwait-based Jazeera Airways added a Chekutty doll as a reward for each air ticket purchased. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന ഉടനെ തന്നെയാണ് ഈ മഹാമാരി നമ്മളെ കയറി പിടിച്ചത്. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ ശരിക്കും വീണുപോയി. കാരണം ലോക്ക്ഡൗണും കാര്യങ്ങളും 2 കൊല്ലമായിട്ട് ഓണം വിഷു ഒരു ആഘോഷങ്ങളും ഇല്ല, ചിലവില്ല. അങ്ങനെ കുറേ നാളത്തെ നമ്മളുടെ ജോലി പോയി, അടച്ചിടലും. പിന്നെ ഓരോരുത്തർക്ക് അസുഖം വന്നാൽ 10-17 ദിവസം വീട്ടിലിരിക്കണ്ടേ. ഈ 2 പ്രാവശ്യത്തെ കൊറോണ അങ്ങനെ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് നൂലില്ലാണ്ടായി കുറേ ദിവസം അതങ്ങനെ ഇരുന്നു. ജോലി എടുത്തവർക്ക് കാശുണ്ട്. എന്നെ സംബന്ധിച്ച് പ്രായം കൂടുതലായതുകൊണ്ട് കൊറോണ ആയതുകൊണ്ട് 5-8 മാസം വരാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അടച്ചിടലുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇത് കുറയും, പണി കുറയും. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഒരു സഹായം എന്ന് പറയാനില്ല. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് എത്ര 1000 രൂപയായിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ ക്ഷേമനിധിയുടെ ഇത് വെച്ചിട്ട്. പെൻഷൻകാർക്ക് അതുമില്ല, അല്ലാത്തവർക്കൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് പെൻഷനായതാണ്, അതുകൊണ്ട് ഉണ്ടാവില്ല, ഇല്ല. 2020 സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന കൊറോണ പാടെ നമ്മളെ നിശ്ചലമാക്കി. കൈത്തറി ഉൽപ്പന്നങ്ങൾ പൊതുവെ വിറ്റഴിക്കുന്നത് ഈ വിശേഷാവസരങ്ങളിൽ ഓണം വിഷു പോലുള്ള സമയങ്ങളിലെ എക്സിബിഷനുകൾ കൊണ്ടാണ്. ഈ 2020-ലും 2021-ലെ വിഷുവിനും തുറക്കാൻ പറ്റിയില്ല, ഷോപ്പുകൾ തുറക്കാൻ പറ്റില്ല. ഈ ഓണക്കാലത്ത് ഇപ്പോൾ വിപണി സാധാരണ എറണാകുളം നഗരത്തിൽ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നൊരു എക്സിബിഷൻ ഉണ്ടാവാറുണ്ട്, അത് നടന്നില്ല. പിന്നെ നമ്മുടെ സഹായങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകളൊക്കെ നന്നായി സഹായിച്ച് ആ സഹായം കൊണ്ടാണ് തൽക്കാലം ഞങ്ങൾ പ്രതിസന്ധി അതിജീവിച്ചത്. പക്ഷേ പ്രതിസന്ധിയുടെ യഥാർത്ഥ പ്രശ്നം ഇത് മാത്രമല്ല. ഇപ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽ നൂല് കിട്ടാനില്ല, നൂലിന് വില വർദ്ധിച്ച്. ഈ കൊറോണയുടെ പ്രതിസന്ധി വന്നപ്പോൾ നൂലിൻ്റെ വില സ്വാഭാവികമായിട്ട് കമ്പനികളൊക്കെ അടഞ്ഞു കിടക്കാനുള്ള. ചായത്തിൻ്റെ വില വർദ്ധിച്ച്, ചായം കിട്ടാത്ത അവസ്ഥ വന്നു. അപ്പോൾ ചായവും നൂലും കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് ചെയ്യാൻ പറ്റും, തൊഴിൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി. Everywhere, how the artisans are totally hit by the corona. I mean, crores worth of fabric is being stocked up everywhere. So, as a continuation of whatever we had been doing with the handloom weavers, a project that I recently launched is called Samman, where we take the materials from the weavers and we convert it into baby clothes, frocks and diapers, and send it to the war hit zones like Yemen and Syria. UN had come up with the project where they are kind of donating mommy kits for the newborns in war hit zones. തുടർന്ന് പോവുകയാണെങ്കിൽ ഈ രംഗത്തേക്ക് തന്നെ ആരും പുതിയതായിട്ട് കടന്നു വരാത്ത സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് ആളുകൾ മാത്രം ഇതിൽ പണിയെടുക്കുന്നുള്ളൂ. ഉള്ള ആളുകളും കൂടി ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകാനാണ് സാധ്യത. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇത് ഉയർത്തെഴുന്നേക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ തലമുറയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന ഫാഷൻ ഡിസൈനറായ കുട്ടികളൊക്കെ ഞങ്ങൾക്ക് പണ്ടേ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ളത് മാത്രം ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ.
ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് അത് ആവശ്യമില്ല. അവർക്ക് പുതിയ പുതിയ ട്രെൻഡ് വേണം. അപ്പോൾ അതനുസരിച്ച് ഫാഷൻ ഡിസൈനർ പഠിച്ച കുട്ടികളൊക്കെ വന്നിട്ട് കൈത്തറിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുതിയ പുതിയ മോഡലുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പൈസ എത്ര കൂടിയാലും ജനങ്ങൾ ഇത് വാങ്ങും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു ഇതുകൊണ്ട് ഞങ്ങൾ പറയാണ്. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ വിലയല്ല, അതിട്ടാലുള്ള സുഖവും അതിൻ്റെ ആകർഷകതയൊക്കെ ഉണ്ടാവണമെങ്കിൽ പുതിയ മോഡലുകൾ ഉണ്ടാക്കണം. So the other day somebody asked me, like, if you're given 5 crore rupees to revive handloom, what would you do? I said, I'll take them, the viewers, on a world tour. Let them see the world, what is happening around, how are people really leveraging on these handloom products. Here we are kind of, everything is being transformed to them through our eyes. Let them see and feel for themselves. I'm sure that people who can weave magic with these tiny, the yarns, definitely they'll be much better off if they are given a chance to see all these things. മുന്നോട്ട് പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഒരു അടിമുടി പരിഷ്കരണം ഹാൻഡ്ലൂം സെക്ടറിൽ അനിവാര്യമാണ്. അത് നടക്കുന്നില്ല. കഴിഞ്ഞ 50 വർഷം മുമ്പ് എന്താണോ നടന്നത് അത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. പുതിയ തലമുറ ആരും വരുന്നില്ല. പുതിയ തലമുറയ്ക്ക് ആകർഷകമായിട്ട് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആകർഷകമായിട്ട് തോന്നാത്തതിൻ്റെ കാരണം അത് സംരംഭകർ ഇപ്പോൾ ഈ ചേന്ദമംഗലം പോലുള്ള ഒരു വലിയ പ്രദേശത്ത് 5000-ലധികം തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഈ മേഖലയിൽ. ഇപ്പോൾ എല്ലാം കൂടി പെറുക്കി കൂട്ടി ഒരു 500 തൊഴിലാളികളായി ചുരുങ്ങി. വളരെ പരമ്പരാഗതമായിട്ടും വളരെ പരസ്യം വേണ്ടാത്ത ഒരു ഉൽപ്പന്നമാണ് ചേന്ദമംഗലം കൈത്തറിയുടെ സാധനം. ഇത് വാങ്ങാൻ ആളുണ്ട്, ലോകം മുഴുവൻ ആളുകളുണ്ട്. ഇപ്പോൾ ഓൺലൈൻ വിപണി വളരെ സജീവമാക്കി നമുക്ക് കൊണ്ടുവന്നാൽ ലോകത്തെവിടെയും നമുക്ക് വിൽക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വിൽപ്പന എന്നുള്ള ആ അജണ്ട തന്നെ നമുക്ക് മാറ്റാം. പക്ഷെ അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ പരിവർത്തനപ്പെടുത്തണം. നമ്മൾ ആളുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കാൻ, പുതിയ തലമുറയെ ആകർഷിക്കാൻ ഒക്കെ പറ്റിയ വിധത്തിലുള്ള സാധനങ്ങളിലേക്ക് ഞങ്ങൾ മാറണം. അതിൻ്റെ ഒരുപാട് പരിമിതി നമുക്കുണ്ട്. നന്നായി ഇത് ഒന്ന് അടിമുടി പരിഷ്കരിക്കണം. നമ്മുടെ പ്ലാനിംഗ് ബോർഡൊക്കെ ഒരു നല്ല സ്റ്റഡി നടത്തി ഒരു നല്ല ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഒരു റീകൺസ്ട്രക്ഷൻ ഓഫ് ഹാൻഡ്ലൂം അത് നടപ്പാക്കണം. The floods were not the last of the worries for our traditional artisans. Their struggles were just beginning. What they need now is a roadmap and, as the weavers pointed out, a complete reimagination of what traditional means in alignment with the modern.